ന്യൂമോണിയ ബാധിതനായി രണ്ടാഴ്ചയോളമായി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഏറെ ഗുരുതരമാണ് എന്ന വത്തിക്കാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇപ്പോഴിതാ ലോകത്തെ ദുരന്തങ്ങളൊക്കെ പ്രവചിക്കുന്ന അല്ലെങ്കിൽ നാശത്തിന്റെ പ്രവാചകൻ എന്ന് വിളിപ്പേര് നേടിയ നോട്രഡാമസിന്റെ പ്രവചനങ്ങളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. പോപ്പിന്റെ മരണവും വത്തിക്കാന്റെ തകർച്ചയും ഒക്കെയായിരുന്നു അദ്ദേഹം പ്രവചിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇത് ചർച്ചയാക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഫ്രഞ്ച് ജ്യോതിഷനും തത്വചിന്തകനുമായ നോട്രഡാമസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നടത്തിയ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് പലരും. 1555 പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ലെസ് പ്രോഫിറ്റ്സ് എന്ന പുസ്തകത്തിലാണ് വരാനിരിക്കുന്ന വർഷങ്ങളിൽ ലോകത്ത് എന്തൊക്കെ സംഭവിക്കും എന്നത് പ്രവചിച്ചിട്ടുള്ളത്. 942 പ്രവചനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ പ്രവചനങ്ങളിൽ പലതും പിൽക്കാലത്ത് ലോകത്ത് സംഭവിച്ചതോടെ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവരും ഏറെയായി. ഇതിലാണ് പോപ്പിന്റെ മരണവും വത്തിക്കാന്റെ തകർച്ചയുമൊക്കെ അദ്ദേഹം പ്രവചിക്കുന്നത്. 2025 ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടിയിടിക്ക് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നത് മുതൽക്ക് UK ഒരു മഹാമാരി പടർന്നു പിടിക്കുമെന്ന് വരെയാണ് അദ്ദേഹത്തിന്റെ പ്രവചന പുസ്തകത്തിലുള്ളത്. ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം തുടരുമെന്നും എന്നാൽ 2025 ഏറെ നാളായി തുടരുന്ന ഒരു സംഘർഷത്തിന്റെ അവസാനത്തിന് സാക്ഷ്യം വഹിച്ചേക്കുമെന്നും പ്രവചനത്തിലുണ്ട്. നീണ്ട യുദ്ധം കൊണ്ട് സൈനികർ ക്ഷീണിതരാകുമെന്നും യുദ്ധങ്ങൾക്കായി പണം കണ്ടെത്താനാകാതെ വരുമെന്നും ഈ പ്രവചനത്തിലുണ്ട്. 2025 ഇംഗ്ലണ്ടിൽ അതിമാരകമായ ഒരു മഹാമാരി പടർന്നു പിടിക്കുമെന്ന് പ്രവചനമുണ്ട്. ഭൂമിക്ക് അഭിമുഖമായി ഒരു ഭീമാകാരമായ ചിഹ്നഗ്രഹം എത്തുമെന്നും ചിഹ്നഗ്രഹ കൂട്ടിയിടിക്ക് വരെ സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട്. എന്നാൽ ഭൂമിക്ക് അഭിമുഖമായി ചിഹ്നഗ്രഹങ്ങൾ വരുന്നതിൽ ആശങ്ക വേണ്ടതില്ലെന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത്. ഓരോ വർഷവും നിരവധി ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ മറികടന്നു പോകുന്നുണ്ട്. ഇവയെല്ലാം ഭൂമിയിൽ നിന്ന് സുരക്ഷിത അകലം പാലിച്ചാണ് കടന്നു പോകുന്നത്. മാത്രമല്ല, ബ്രസീലിൽ അടുത്ത വർഷം ഗുരുതരമായ വെള്ളപ്പൊക്കവും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായേക്കാമെന്നും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാകും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയെന്നും പ്രവചനത്തിലുണ്ട്. അതായത് ഹിറ്റ്ലറുടെ അധികാരത്തിലുള്ള ഉയർച്ച, സെപ്റ്റംബർ 11 ആക്രമണം, COVID-19 പാൻഡമിക്, കഴിഞ്ഞ വർഷത്തെ ജപ്പാനിലെ ഭൂകമ്പം എന്നിവ ഉൾപ്പെടെ ലോകത്തിലെ സുപ്രധാന ദുരന്തങ്ങളെല്ലാം അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ, കൊലപാതകങ്ങൾ എന്നിവയെക്കുറിച്ച് നിരവധി പ്രവചനങ്ങൾ തന്നെ അദ്ദേഹം നടത്തിയതായിട്ട് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പോപ്പിന്റെ മരണം മാത്രമല്ല, കത്തോലിക്ക സഭയുടെയും വത്തിക്കാന്റെയും നാശവും ഇപ്പോൾ ഏവരെയും ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നു. ഇതിനിടെ കടലിന്റെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങൾ കരയിലേക്ക് വരാൻ തുടങ്ങിയതൊക്കെ മറ്റൊരു ദുരന്ത സൂചനയെന്ന വിവരങ്ങളുമുണ്ട്. ഇത്തരത്തിൽ മത്സ്യങ്ങൾ കരയിലേക്ക് വരുന്നത് ഭൂകമ്പ സൂചനയാണെന്നും ലോക അവസാനമാണെന്നും പലരും സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു. കടലിന്റെ ആഴങ്ങളിൽ കാണപ്പെടുന്ന ഓർ മത്സ്യം ഇക്കഴിഞ്ഞ നാളിൽ പുറത്തു വന്ന ഒരു വാർത്തയൊക്കെ സോഷ്യൽ മീഡിയയിൽ പരന്നിരുന്നു. അതായത് ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്നാണ് ഈ മത്സ്യങ്ങൾ കരയിലെത്തുമ്പോൾ വിശ്വസിക്കപ്പെടുന്നത്. ഇവ ജീവനോടെയോ അല്ലാതെയോ കരയ്ക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്നാണ് ജപ്പാൻ അടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങൾ വിശ്വസിക്കപ്പെടുന്നത്. ലോകത്ത് എല്ലുള്ള മത്സ്യങ്ങളിൽ വെച്ച് ഏറ്റവും നീളമുള്ള മത്സ്യമാണ് ഓർഫിഷ്. ഈ മത്സ്യമാണ് ഇക്കഴിഞ്ഞ നാളിൽ കരയിലെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് ഭൂചലനങ്ങളുടെയും സുനാമികളുടെയും ഒക്കെ സൂചനയാണ് എന്നും ജപ്പാനിൽ ഒരു വിശ്വാസമുണ്ട്. 2011 ജപ്പാനിൽ നാശം വിതച്ച സുനാമിക്കും ഭൂകമ്പത്തിനും മുൻപ് ഇത്തരം ഓർ മത്സ്യങ്ങൾ തീരത്ത് അടിഞ്ഞിരുന്നു. കടലിൽ 3300 അടി താഴ്ചയിലാണ് ഈ ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത്. കടലിനടിയിലെ സിസ്മിക് പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇവ കടലിന് മുകളിലേക്ക് വരുന്നത് എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിന് ശാസ്ത്രീയ വിശദീകരണങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. പക്ഷേ ഓർ മത്സ്യങ്ങൾ എത്തുന്നത് അല്ലെങ്കിൽ ലോക ദുരന്തങ്ങളോ അല്ലെങ്കിൽ സുനാമികളുടെ സൂചനയാകാം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.